നേരം വെളുത്ത് ഞാൻ കണ്ടത് കുളക്കടവിൽ മീനുകളോടും ചെടികളോടും കഥ പറയുന്ന ലോഹി സാറിനെയാണ്. കഥകൾ പറഞ്ഞ് ഞങ്ങൾ നടന്നു. നാടും വഴികളും ചെത്തിത്തലപ്പുകളും പൂക്കളും കഥ കേട്ടിരുന്നു. ഈ ലോകത്ത് മനുഷ്യരുടെ മനസ്സിന് ഏറ്റവും അടുത്തറിയുന്നത് എഴുത്തുകാരാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ഈ ആത്മഹത്യകൾ ഒരു സ്വാതന്ത്ര്യത്തിൽ, ഒരു തലോടലിൽ തീർന്നു പോകാവുന്ന ഇഷ്യൂസേ ഉള്ളൂ. വെറുതെ ഒരു തലോടൽ, ഒരു സ്വാതന്ത്ര്യത്തിൽ തീർന്നു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു സ്വാതന്ത്ര്യം നൽകാനാളില്ല. നമുക്കങ്ങനെ ഒരാളില്ല. ഇപ്പം നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ തകരുകയും അണുകുടുംബം തന്നെ വിഘടിക്കുന്ന ഒരവസ്ഥയില്ല. അപ്പം അച്ഛനും അമ്മയും മകനും മകളും തമ്മിലുള്ള ഒരു ചെറിയ കുടുംബം പോലും പരസ്പര വിരുദ്ധാശയങ്ങളും വിരുദ്ധ വികാരങ്ങളും വിരുദ്ധമായ താല്പര്യങ്ങളും കൊണ്ട് വിഘടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതെല്ലാം പണത്തിൻ്റെ പേരിലാണെന്ന് മാത്രം. അതാണ് ഏറ്റവും വലിയ തകരാറായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ കൂടുതൽ ആഴത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആർക്കും ആരെയും വേണ്ട, എല്ലാവരും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒറ്റപ്പെടലിനിടയിൽ ഒരു സ്വാതന്ത്ര്യം, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഒരു കൈ സഹായിക്കാനായിട്ട് എന്താ പ്രശ്നം, സാരില്ല എന്ന് പറയാൻ ആളില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഞാൻ ഒരുപാട് ആളുകൾ എന്നെ സമീപിക്കാറും എന്നെ ടെലിഫോണിലൂടെ ബന്ധപ്പെടാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇവരെന്നെ ബന്ധപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. അതെൻ്റെ ചിത്രങ്ങളുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഒരുപാട് ആളുകൾ എന്നെ ബന്ധപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ മറ്റൊരാളോട് തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരു ഉപദേശം തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മരുന്നുകളെക്കാൾ ആശ്വാസം തരുന്ന വാക്കുകൾ കേട്ട് ഞാൻ ഇരുന്നു പോയി. രാത്രി ലോഹി സാർ എഴുതാനിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഉറങ്ങാതെ കൂട്ടിരുന്നു. ഈ ഭൂതക്കണ്ണാടി ഞാൻ ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ കഥ എനിക്ക് രൂപപ്പെടുത്തുന്നത് ഇതാണ് എൻ്റെ വിഷയം. ബാലികാപീഡനം അതൊരു അച്ഛൻ്റെ കാഴ്ചയിൽ നിന്ന് കാണാൻ തീരുമാനം. കാരണം ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. ലോകത്ത് ഈ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞപ്പോൾ അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം. ഈ രണ്ട് പ്രമുഖ ബന്ധങ്ങൾ ഇതിലൊന്നുകിൽ അമ്മയുടെ കാഴ്ചപ്പാടിൽ ഒരു അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഒരച്ഛൻ്റെ ഭയം. ഒരു 14 വയസ്സുള്ളൊരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് മടങ്ങി വരാൻ ഇത്തിരി ഒരു 10 മിനിറ്റ് ലേറ്റായാൽ എല്ലാ അച്ഛൻ്റെയും എല്ലാ അമ്മയുടെയും മനസ്സിൽ ചെറിയൊരു പുക, ഒരു ചൂട്, ഒരു തീ ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കാണാം എന്ന് വിചാരിച്ചു. ഇതുപോലുള്ളൊരു മഴച്ചാറ്റലുള്ള ഒരു സമയത്ത് ഞാനിങ്ങനെ വെറുതെ നടക്കാൻ ചെറുദൂരത്തിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് മഴ അങ്ങനെ ശക്തമായി പെയ്തു. ഞാൻ പെട്ടെന്നൊരു പീടികയിലേക്ക് ഓടിക്കയറിയപ്പോൾ അതൊരു വാച്ച് റിപ്പയറുടെ കടയായിരുന്നു. ഈ വാച്ച് റിപ്പയർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ മുഖം ഉയർത്തി നോക്കി. അപ്പോൾ അയാളുടെ കണ്ണിൽ ഈ ഐലൻസ് വെച്ചിട്ടുണ്ട്. ഇരിക്കും സാറേ എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്ന് അയാളിങ്ങനെ വാച്ചിൽ പണിതുകൊണ്ടിരിക്കുന്നു. പേരാ പടം ഇങ്ങനെ ഇയാൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏതാണ് പടം, ഏതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ നോട്ടത്തിലും ഞാൻ വിചാരിക്കുന്നു ഇയാൾ എന്നെ ഈ ഐലൻസിലൂടെയാണ് കാണുന്നത് എന്ന് ഞാൻ ചിന്തിക്കുക. എന്നെ അയാൾ എങ്ങനെ ഇരിക്കും ഐലൻസിലൂടെ കാണുക? എന്തായിരിക്കും അപ്പോൾ എൻ്റെ രൂപം എന്തായിരിക്കും? അയാൾ എൻ്റെ രൂപമായിരിക്കില്ലല്ലോ കാണുക, രാക്ഷസീയമായ മറ്റൊരു രൂപമല്ലേ ഇപ്പോൾ. ഇങ്ങനെ ഞാൻ ആലോചിച്ച് വന്നപ്പോഴാണ് ഇതാണ് ഇങ്ങനെയുള്ളൊരു പിതാവിൻ്റെ കാഴ്ചയിലാണ് കാണേണ്ടത്. ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി കാണാൻ തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവമുള്ള
ഒരാളിലൂടെയാണ് ഇത് പറയേണ്ടത് എന്ന് തീരുമാനിക്കുകയും പിന്നീട് കഥ പെട്ടെന്ന് അങ്ങ് രൂപപ്പെടും. അപ്പം എനിക്ക് ഒരു കാര്യകാരണ ബന്ധങ്ങളൊക്കെ കിട്ടുകയും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഥ എനിക്ക് പെട്ടെന്ന് രൂപപ്പെടും. അത്ര വലിയൊരു പിന്നെ ഇതിൻ്റെ ഒരു പരിസമാപ്തിയെക്കുറിച്ച്, ഒരു കഥയുടെയും പരിസമാപ്തിയെക്കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. മുറ്റത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം എല്ലാം മറക്കുന്നത് പോലെ തോന്നി. എപ്പോഴും ഏകാന്തതയെ അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഇപ്പം എൻ്റെ വീടിൻ്റെ ഈ ഭാഗത്ത് വനം കാത്തിരിക്കുക, അത് വെട്ടിത്തെളിക്കില്ല. അതൊരു ഒരു ഒരു വനമേഖലയുടെ ഒരു തോന്നലാണ്. അവിടെ ഒരുപാട് കിളികളുണ്ട്, പല പല ജീവജാലങ്ങളുണ്ട്. അവിടെ പാമ്പുകളുണ്ട്, മുയലുണ്ട്, ഇപ്പോൾ ഒക്കെ പന്നി അത് വരാൻ തുടങ്ങി, കാട്ടുപന്നി. അപ്പോൾ അങ്ങനെ ഈ വളരെ ഈ വീടിൻ്റെ അവകാശികളായിട്ട്, എന്നേക്കാൾ അവകാശികളായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് എണ്ണാറക്കന്മാരുണ്ട്, വിവിധ തരം പക്ഷികൾ. ഇത് ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ട് ഇത്രമാത്രം പക്ഷികൾ വന്ന് കൂടുന്നുണ്ട്. കുളക്കോഴി, കുളമുണ്ട്, കുളക്കോഴികൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പക്ഷി മൃഗജാലങ്ങളെല്ലാം ഇവിടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ജീവിതം എനിക്ക് ഭയങ്കര സൗഖ്യം തരുന്നുണ്ട്. ഈ ഏകാന്തം എനിക്ക് ഭയങ്കര സൗഖ്യമുണ്ട്. എത്ര നഗരത്തിൻ്റെയൊക്കെ എത്ര വലിയ മായക്കാഴ്ചകളിൽ പോയാലും അവിടെ നിന്ന് എനിക്ക് ഓടി ഇവിടെ വരുമ്പോൾ ഞാനൊരു സമാധാനത്തിലേക്ക് എത്തുക. പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളുടെ കൂടിച്ചേരലാണ് ലോഹിസാറിൻ്റെ വീട്. പറമ്പിലും തൊടിയിലുമെല്ലാം കിളികളും പൂമ്പാറ്റകളും തുമ്പികളും പറന്നു നടന്നു.